എന്റെ പേര് മേരാ നാം തങ്കച്ചൻ ഹെ. സ്ക്വാഡ് വിട്ട് വെളിവരെ ആര് പറഞ്ഞു? ഇയാൾ ഇവിടെ വീണു സർ. ഇയാളും അയാളും ഇയാളെന്താ തനിക്കെന്താ? ചലോ എക്സ്ട്രാ പീരിയഡ്. Attention! Everybody up! Everybody up! About 10! Position! Alert! About 10! Not 12! About 10! 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 Halt! Right 10! Order up! Break up! നോ താങ്ക്സ്. തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഇത് മാത്രമല്ലേ ചെയ്യാൻ ഒക്കൂ? ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്തത്. ഇത് പട്ടാളമാണെന്ന് മറന്നുപോയി. നിയമം അനുസരിക്കുക എന്നതാണ് ഒരു പട്ടാളക്കാരൻ ആദ്യമായി ചെയ്യേണ്ടത്. ആ തങ്കച്ചന്റെ സ്വദേശം എവിടാ? മാവേലിക്കര. അപ്പൊ നമ്മൾ അടുത്ത നാട്ടുകാരാണല്ലോ. എന്റെ വീട് കൊട്ടാരക്കരയാ. സാരമില്ല തങ്കച്ച, ഇതൊക്കെ ശരിയാകത്തില്ലേ? ധൈര്യമായിരിക്കും. തങ്കച്ചന്റെ ഒരു നല്ല പട്ടാളക്കാരനാണ്. ആ ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചില്ല. വണക്കം സാർ. നമസ്കാരം ചെല്ലയ്യ. തങ്കച്ചൻ പറഞ്ഞ പോലെയാണ് എന്റെ കഥ. എനിക്കും പോറ്റാനൊരു അമ്മയും പെങ്ങളും ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണ്? എന്നെ കാത്തിരിക്കാനൊരു തങ്കമ്മയില്ല. തങ്കച്ചൻ ഭാഗ്യവാനാണ്.
തങ്കച്ച എന്താടോ? ഒരു സംശയം. എന്താ? തങ്കച്ച, ഞാൻ മീശ വെച്ചാ നന്നായിരിക്കും. ഓ, സ്റ്റൈലായിരിക്കും. ഇന്നിപ്പോ ലെറ്റർ എഴുതിയാ? மிஸ் தங்கம்மா, எழுது நிறைய எழுது. கல்யாணத்தை கூப்பிட மறந்துடாதே. நீ என்ன பேர முறைக்கிற? ഒന്നുമില്ല. മുതകാത്തവന്റെ മീശ. बत्ती बंद करो, बत्ती बंद करो, बत्ती बंद करो. പോയി വരേണോ. ഇടത്തെ കണ്ണാടി നേരെ പിടിക്കൂ. തന്റെ ഒരു പ്രിയ മാനസം. ഇത് കൊള്ളാമല്ലേ? കിരീടം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഒരു കഥകളി വേഷം കിട്ടിയല്ലേ. ഒരു സ്ത്രീ, പരമസുന്ദരിയായ സ്ത്രീ. കഴിഞ്ഞില്ലേ വേഷം കെട്ട്? ഒന്ന് വേഗമാണ്. തങ്കച്ച, നിനക്കൊരു എഴുത്തുണ്ട്. തങ്കപ്പൻ എഴുത്താണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ പ്രേമലേഖനം. ഇതിലൊരു 100 പരിഭവങ്ങൾ അവൾ എഴുതി നിറച്ചിട്ടുണ്ടാവും. പാവം സ്ത്രീജനങ്ങളല്ലേ. എന്റെ പട്ടാള വേഷത്തിൽ ഒരു ഫോട്ടോ അവൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ അയച്ചു കൊടുത്തില്ലേ? ഇതുവരെ അയക്കാൻ പറ്റിയില്ല പോറ്റി. വലിയ തെറ്റായി. ഇതിലിപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ തങ്കച്ചന്റെ വരവും കാത്തിരിക്കുകയാണ്. ധാരാളം ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തങ്കച്ചനൊന്ന് വേഗം വരണേ എന്ന്. തങ്കമ്മേ, നിന്റെ വളകിലിക്കും പൊട്ടിച്ചിരിയും ഞാൻ കേൾക്കുന്നുണ്ട്. ദൈവമേ. തങ്കച്ച, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കരഞ്ഞാലോ? മരണം അതൊക്കെ ദൈവനിശ്ചയമല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തന്റെ ഇടമായിട്ടിരിക്കും. എന്തു പറ്റി തങ്കച്ച? തങ്കമ്മയുടെ അപ്പച്ചൻ കോശി സാർ മരിച്ചുപോയി. ഞങ്ങൾക്കൊരു തണലായിരുന്നു. ഇപ്പൊ 2 കുടുംബങ്ങളും അനാഥമായി പോയി. കരയാതിരിക്കണം തങ്കച്ച. എനിക്കുടനെ നാട്ടിൽ പോകണമെന്നുണ്ട്. അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ലീവിന് അപേക്ഷിക്കും. ട്രെയിനിങ് പൂർത്തിയായതുകൊണ്ട് കിട്ടാതിരിക്കില്ല. ജീവിതത്തിൽ ഇതൊക്കെ സഹിക്കണം. അതിന് ധീരനാകാൻ നോക്കും. കമോൺ. പോട്ടെ തങ്കച്ച. സ്റ്റീഫൻ, നിങ്ങൾ എനിക്കൊരു ചേട്ടനെ പോലെയാണ്. നിങ്ങളാണ് എന്നെ ഒരു നല്ല പട്ടാളക്കാരനാക്കിയത്. വീണ്ടും തമ്മിൽ കാണുമെന്ന് ആശിക്കാം. വരാം.
താൻ ഇത്ര ബുദ്ധിശൂന്യനാണല്ലോ. ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ഹൃദയവേദന സഹിക്കാൻ ഒക്കുന്നില്ല. കഷ്ടം. അതിനിങ്ങനെ നശിക്കുകയാണല്ലേ വേണ്ടത്. സ്നേഹത്തിന്റെ പേരിൽ വ്രണപ്പെട്ട ഒരു ഹൃദയം സ്നേഹം കൊണ്ട് മാത്രമേ ഉണങ്ങൂ തങ്കച്ച. എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? തങ്കച്ചനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു അമ്മയും പെങ്ങളും വീട്ടിലുണ്ട്. അത് മറക്കരുത്. എന്റെ അമ്മയും പെങ്ങളും ഞാൻ കുടിക്കില്ല. ഞാൻ ഇനി കുടിക്കില്ല. ഇത് സത്യമാണല്ലോ. സത്യം. നാളെ നമ്മുടെ ട്രൂപ്പ് മൂവ്മെന്റ് ഉണ്ടെന്ന് കേട്ടു. എങ്ങോട്ട്? കോഹിമയിലേക്കായിരിക്കും. തങ്കച്ചൻ പോയി ചെന്നിരുന്ന് ഉറങ്ങും. ചെല്ലു. ഗുഡ് നൈറ്റ്. അല്ല പോറ്റിയോ? എന്നാ സാർ സുബ്രഹ്മണ്യം പോറ്റിയൊക്കെ മാറിപ്പോയി. ഈ മീശ കണ്ടിട്ട് ആളറിഞ്ഞില്ലല്ലോ. ഇത്തിരി വർഷം അവളുதான் സാർ മീശ വന്നിരിക്കവരൊക്കെ. നമ്മൾത്തെ പോട്ടി പോട്ടിയൊന്നുമില്ല, പോറ്റി തന്നെ സുബ്രഹ്മണ്യം. സാർ ഞാൻ ആളാപ്പാടെ ഒന്ന് മാറിയിട്ടില്ലേ സാർ? ഒരു പക്ക മിലിറ്ററി. തങ്കച്ചനോടെ സാർ ഇപ്പൊ ഇവിടെ എത്തും. പോറ്റി ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നറിഞ്ഞ ഓടിയെത്തും. പോറ്റി. തങ്കച്ചൻ പോറ്റിയുടെ കുടവണ്ടിയെല്ലാം അങ്ങ് പറ്റിയല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായിരിക്കും? ഒരു 1.5 കൊല്ലമായി കാണില്ല. അല്ല, പോറ്റിയെ കണ്ടപ്പോ തങ്കച്ചന് ഉത്സാഹം വന്നല്ലോ. എവിടെയൊക്കെ പോയിരുന്നു? അയ്യോ, ഇനി കാണാത്ത രാജ്യങ്ങളൊന്നും. ഓഹോ. അത് പോട്ടെ, ലീവിലൊക്കെ പോറണ്ട. പോറുണ്ട്. അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്. കഴിയുന്നു. നമ്മുടെ വേറെ ഗ്രൂപ്പ് ഇപ്പൊ എവിടെയാണ്? അയാൾ ലീവ് പോയിരിക്കെ. പോറ്റിയുടെ മീശയൊക്കെ അങ്ങ് ജോറായി പോയല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ നാണമുണ്ടോ? ரொம்ப பெரியவனாயிட்டான் சார். அப்படியா? പിന്നെ നമ്മുടെ ആ കുഞ്ഞിനാ മരിച്ചോ? enemy is approaching, so it is important. सब आदमी सुनो, अपना जिंदगी और मौत का सवाल है. There is a bridge on the river. Someone must go with explosives. That bridge must be sabotaged. ശത്രു സൈന്യം അതിർത്തിയിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. അതാണ് അവർക്ക് ഇന്ത്യയിൽ വരാനുള്ള ഏക മാർഗം. അത് തകർക്കണമെന്നാ. बोलो, इसके लायक हमारे कम्युनिटी में कौन जवान है? कौन जवान है? कौन जवान है? Your name? തങ്കച്ചൻ. Very good. നായിക് സ്റ്റീഫൻ. ചെലയ. उत्तम सिंह. Now pay attention carefully. This is our camp. From this camp, we go down this road till we come to this diversion. From this diversion, we come to this forest. From the forest, we come to the river. From the river, we go on to this waterfall. Here is the bridge.
Pillai and Uttam Singh, you keep watch here. You come with me. എല്ലാം ശരിയായോ? എല്ലാം ശരിയായി. അവൻ അക്കരെ പോയിട്ടുണ്ട്.
എന്ത് വേണം സ്റ്റീഫൻ? എന്താ സ്റ്റീഫൻ? എന്നോടൊരു സത്യം ചെയ്യൂ. എന്റെ അനിയത്തി അമ്മണിക്കുട്ടി സമാധാനമായിരിക്കും സ്റ്റീഫൻ. സമാധാനമായിട്ട് ഞാൻ മരിച്ചോട്ടെ. സ്റ്റീഫൻ, സ്റ്റീഫൻ, പറയൂ തങ്കച്ച, പറയൂ സ്റ്റീഫൻ. തങ്കച്ച, അമ്മണി തങ്കച്ച വിവാഹം കഴിക്കൂ. ഞാൻ ചെയ്യാം സ്റ്റീഫൻ, ഞാൻ ചെയ്യാം. സമാധാനമായിരിക്കൂ, തീർച്ചയായും ചെയ്യാം. സമാധാനമായിരിക്കൂ തങ്കച്ച. സ്റ്റീഫൻ, സ്റ്റീഫൻ, സ്റ്റീഫൻ. സ്റ്റീഫൻ.